എല്ലാവർക്കും പെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഡെനിമിന്റെ ഐറ്റം ആണ് കാണിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഡെനിമിന്റെ ഐറ്റം കാണിക്കാനായിട്ട് കുറേ പേരെ കമന്റ്സിലും പേഴ്സണൽ മെസ്സേജിലും അയക്കുന്നു. അപ്പോൾ അവർക്കുള്ള എന്താ പറയുക വീഡിയോ ആണ് മെയിൻലി. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഡെനിമിന്റെ സ്കേർട്ടും ഷർട്ട് പാറ്റേണിൽ വരുന്നൊരു ടോപ്പുമാണ്. വിത്ത് ഇന്നറാണ്. വൈറ്റ് ആണ് ഇന്നർ വരുന്നത്. ഇതിന്റെ കളർ ഷെയ്ഡ്സ് ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ ഐറ്റംസ് 1 by 1 ആയിട്ട് കാണിക്കാം, കളർ ഷെയ്ഡ്സ്. അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് സൈസ് ഓൾമോസ്റ്റ് ഒരു 44 വരെ ഞാൻ ടേപ്പിൽ ജസ്റ്റ് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നറിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇന്നർ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. എന്തായാലും 42 വരെയുള്ളവർക്ക് എന്തായാലും ഫിറ്റിംഗ് ഒക്കെ ആയിരിക്കും. സ്കേർട്ട് നമുക്ക് ബാക്കിൽ എലാസ്റ്റിക് ടൈപ്പിലാണ് വരുന്നത്. വൈറ്റ് ഇന്നറും ഇതുപോലെ സ്ട്രെച്ചബിൾ ആയിട്ടാണ് കുറച്ച് വരുന്നത്. പിന്നെ ഷർട്ട് പാറ്റേൺ ആണ്. ഇതിന് സ്ലീവ്സ് ഒക്കെ കണ്ടില്ലേ, എനിക്ക് ഇത്രയും ലൂസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേറെ ഇതെന്നേ ഉള്ളൂ. 42 വരെ നമുക്ക് എന്തായാലും മെഷർമെന്റ് കൺഫേം ആണ്. അതുപോലെ പിന്നെ സ്കേർട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ടൈപ്പാണ്. അതുപോലെ ടോപ്പ് ആണെങ്കിലും അതെ. ഫ്രണ്ടിൽ 2 പോക്കറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മോഡൽ ഏകദേശം വീഡിയോയിൽ കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കളർ ഷെയ്ഡ്സ് ഞാൻ ഇനി കാണിക്കാം. നമുക്കത് അപ്പോൾ ആദ്യം ഞാൻ ഇതിന്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം. ഇതാണ് ഷർട്ട് വരുന്നത്. സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിടിയിക്കാൻ പറ്റും. ഇതാണ് ഷർട്ട് വരുന്നത്. നമുക്കിത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്തിടാം. ഇതിന് ഷർട്ടിന് പോക്കറ്റ്സ് ഇല്ല, ജസ്റ്റ് ആ ഒരു പാറ്റേൺ മാത്രമേ വരുന്നുള്ളൂ. സ്ലീവ്സ് ഇതുപോലെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഇന്നർ ഞാൻ കാണിക്കാം. റൗണ്ട് നെക്കായിട്ടാണ് ഇന്നർ വന്നിട്ടുള്ളത്. ഇത്രയും സൈസ് ഉണ്ട്. ഇത് കുറച്ച് കണ്ടോ സ്ട്രെച്ചബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് സ്യൂട്ട് ആവും എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഇനി ഇതാണ് സ്കേർട്ട് വരുന്നത്. സ്കേർട്ടിൻ്റെ കണ്ടോ ബാക്കിൽ എലാസ്റ്റിക് ആണ്. ഇത് ഇത്രയും എക്സ്പാൻഡബിൾ ആയതുകൊണ്ടാണ് സ്കേർട്ട് നമുക്ക് വേസ്റ്റ് ഫിറ്റിംഗ് ഓക്കെ ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം. ബട്ടൺസ് വിത്ത് സിബാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ സൈഡ്സിൽ പോക്കറ്റ്സ് വരുന്നുണ്ട് 2 സൈഡ്സിൽ. അപ്പോൾ ഇതിന്റെ പ്രൈസ് അറിയണ്ടേ? അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 1475 രൂപയാണ്. നമുക്ക് അതിന്റെ അടുത്ത ഷെയ്ഡ് കാണാം. ഡെനിം ബ്ലൂ ആണ്, ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത്. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഇന്നർ വരുന്നത് സെയിം. ഇന്നർ എല്ലാത്തിൻ്റെയും സെയിം കളർ തന്നെയാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് പാറ്റേണിലാണ് വരുന്നത്, സ്ലീവ്ലെസ് ആയിട്ട്. ഇത് സ്ട്രെച്ചബിൾ ആണ് കണ്ടോ. അതുകൊണ്ടാണ് സൈസ് 42 വരെ എന്തായാലും കിട്ടുമെന്ന് പറയാനുള്ള കാരണം. ഇനി സ്കേർട്ട് കാണിക്കാം. സ്കേർട്ട് വരുന്നു. നമ്മൾ നേരത്തെ കാണിച്ച സെയിം പാറ്റേൺ തന്നെ, മോഡലൊന്നും വ്യത്യാസമില്ല. നല്ലൊരു ഐറ്റം ആണ്. 1475 രൂപയാണ് പ്രൈസ്. ഫിറ്റിംഗ് അപ് ടു 42 വരെയാണ് ഞാൻ കൺഫർമേഷൻ പറഞ്ഞിട്ടുള്ളത്. 44 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ എലാസ്റ്റിക് കണ്ടില്ലേ സ്കേർട്ടിൻ്റെതാ, ഇത്രയും ഫ്ലെക്സിബിൾ ആണ്. വെട്ടം പോയി, അപ്പം അതുകൊണ്ട് ഞാൻ ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. സ്കേർട്ടിന്റെ ലെങ്ത് 40.5 ആണ് വരുന്നത് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ ഇന്നറിന്റെ കളറിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. ഞാനിപ്പോൾ ഈ വേറെ ഇതിനേക്കാളും കുറച്ചും കൂടി ലൈറ്ററാണ്. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഇന്നർ വ്യത്യാസമുണ്ട്. ബ്ലാക്ക് ആണ് കേട്ടോ ഇതിന്റെ ഇന്നർ വരുന്നത്. ഫാബ്രിക് ഒക്കെ സെയിം തന്നെയാണ്, സ്ട്രെച്ചബിൾ തന്നെയാണ്. പക്ഷെ ഇന്നറിന്റെ കളറിൽ മാത്രം വ്യത്യാസമുണ്ട്. ഇതാണ് സ്കേർട്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ നിങ്ങളോട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ബണ്ടിലുകൾ ഇവിടെ പൊട്ടിക്കുമ്പോൾ ഷോപ്പിൽ കൊണ്ടുവന്നിട്ടാണ്. ബണ്ടില് ഞാൻ വീട്ടിൽ നിന്ന് ഓൾറെഡി പൊട്ടിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളത്. പക്ഷെ ഞാനതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാറില്ല. ഇവിടെ വന്നിട്ട് നിങ്ങളതിനെ കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെയായിരിക്കും ഞാൻ ചില ഐറ്റംസ് ഫുള്ളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണ സമയത്ത് നമ്മളിത് മാത്രം നമുക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതല്ലാണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ബാച്ച് വരുമ്പോൾ എല്ലാം ഞാൻ തുറന്ന് നോക്കാറില്ല. ആദ്യമൊക്കെ നമ്മളെല്ലാം ക്രോസ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് കടയിൽ കൊണ്ടുവന്നിട്ട് കാണിക്കാറുള്ളൂ.
ഇപ്പൊ സത്യം പറഞ്ഞാൽ അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആയിരിക്കും ചില ഐറ്റംസ് കാണുക. അതാണ് ഞാനും ചില സമയത്ത് ചില വീഡിയോ എടുക്കണ സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇപ്പൊ ഇത്ര വലിയ വണ്ടർ അടിക്കാൻ, ഇതിപ്പോ നിങ്ങൾ തന്നെയല്ലേ ഈ സാധനങ്ങൾ ചെയ്യണെന്നുള്ളത്. ചില സാധനങ്ങൾ ഇതുപോലെ എന്താ പറയാ, ഇപ്പൊ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം വൈറ്റ് ഇന്നറാണെന്ന് പറഞ്ഞു. ഇപ്പൊ പൊട്ടിക്കുമ്പോഴാണ് ബ്ലാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആ കൂട്ടത്തിൽ ഞാൻ കണ്ടതാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരുന്നത്. അല്ലാതെ കൊണ്ടുവരും നമ്മൾ. അപ്പോൾ ബണ്ടിൽ പൊട്ടിക്കുന്ന സാധനമാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കാണിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബില്ല് ചെയ്ത് നമ്മൾ ഇവിടുത്തെ ടാഗ് അടിച്ചിട്ട് നമ്മൾ ഷോപ്പിൽ സ്റ്റോക്ക് കയറ്റുന്നത് തന്നെ. അപ്പം അങ്ങനെ വരുന്നതാണ്. നമ്മളിത് ബണ്ടിലിൻ്റെ ആ കെട്ട് പൊട്ടിച്ച് ആ ഒരു ഐറ്റം മാത്രം എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കും. നമ്മൾ ആ പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കുമ്പോൾ ജസ്റ്റ് ഒരെണ്ണം ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ വെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് ആ വെയർ ചെയ്യുമ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ കാണാനല്ലാണ്ട് നമ്മളിവിടെ വന്ന് ഓരോ ഐറ്റവും നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെയായിരിക്കും ഞാനും ഇത് ഫുള്ളായിട്ട് ഡാമേജ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ഈ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ആ ഒരു ക്രോസ് ചെക്കിങ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടാറില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സമയം പോവും. അപ്പം നമ്മുടെ വർക്കെല്ലാം ഡിലേ ആയി പോവും. അപ്പം മെസ്സേജിൻ്റെ റെസ്പോണ്ട് ചെയ്യേണ്ടത് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഫുൾ ബണ്ടിൽ പൊട്ടിച്ച് എല്ലാം ക്രോസ് വെരിഫൈ ചെയ്ത് ഡാമേജ് ഉണ്ടോ ആ ഡാമേജ് ഉള്ള ഐറ്റംസ് ഒക്കെ മാറ്റി വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ ബില്ലിടാൻ കൊണ്ടുവന്നിരുന്നത്. ഇപ്പം നമ്മൾ ഓൺലൈനിൽ കസ്റ്റമേഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യണം. അപ്പം അങ്ങനെ വർക്കിൻ്റെ കൂടുതൽ മീൻസ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണത് കൊണ്ട് തന്നെ അതിൻ്റെ ടൈമിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം. വാട്സപ്പ് നമ്പർ 9072972111 ആണ്. ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നത് കൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്ന മെഷർമെൻറ്റ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. 40 ലെങ്ത് സ്കേർട്ടിൻ്റെ. ഇതിൻ്റെ അതുപോലെ ചെസ്റ്റ് സൈസ് 42 വരെ എന്തായാലും കിട്ടും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.